അനുഭവം കൊണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ സത്യം തുറന്നു പറയണം. ഈ വിനീതൻ തന്നെ വാടകയ്ക്കെടുത്ത് ലോഡ്ജിലേക്ക് നൗഷാദാസിൽ 2 തവണ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഞാൻ അയാളെ വീണ്ടും കണ്ടിട്ടില്ല. നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. മലപ്പുറം സുന്നിമാരിലേക്ക് 4 തവണ വന്നിട്ടുണ്ട്. പട്ടിക്കാട് ME എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് 1 തവണ വന്നിട്ടുണ്ട്. കോഴിക്കോട് വരക്കൽ മക്കാമിലേക്ക് 1 തവണ വന്നിട്ടുണ്ട്. നമ്മൾ ആരും അവിടെ കൊണ്ടില്ല. ആരും പ്രലോഭിപ്പിച്ചു ഭീഷണിപ്പെടുത്തി എന്നൊന്നും പറയണ്ട. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? എനിക്ക് ഈ സത്യം ലോകത്തിന് മുമ്പ് തുറന്നു പറയണം. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ഈ സത്യം ഒന്ന് തുറന്നു പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ ഒരു നിർദ്ദേശം വെച്ചു. എനിക്കൊരു പക്ഷേ ഒരു പൊതുവേദിയിൽ കയറിക്കൊണ്ട് പ്രസംഗിക്കാനൊന്നും അവസരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്റെ സംഘടനക്കകത്തുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായി ധാരണയുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ഒരു പൊതുവേദിയിൽ കയറി പ്രസംഗിക്കാനൊന്നും അവസരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് എനിക്ക് ഈ സത്യമൊന്ന് തുറന്നു പറയണം. അതിനുള്ള ഒരവസരമായി ഞാൻ കാണുന്നത് സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിൽ വെച്ചുകൊണ്ട് മനസ്സ് തുറന്ന് അല്ലാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് ഇതൊക്കെ ഒന്ന് തുറന്നു പറയണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വീഡിയോ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാം. നിങ്ങൾ അത് CD ആയിട്ട് നാട് മുഴുവൻ പ്രചരിപ്പിച്ചു. സുന്നി മഹലിൽ വന്ന് നൗഷാദ് അഷ്കരി 1.5 മണിക്കൂർ സമയം പ്രസംഗിച്ചു. ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുമ്പാകെ ഒരു 10-25 പ്രധാനപ്പെട്ട നമ്മുടെ ഈ ഇവിടെയുള്ള നമ്മുടെ ജലീൽ മാഷ് ഉൾപ്പെടെ ആ ക്ഷണിക്കപ്പെട്ട സദസ്സിലെ അംഗമായിരുന്നു. ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുമ്പാകെ 1.5 മണിക്കൂർ സമയം നൗഷാദ് അഷ്കരി മനസ്സ് തുറന്ന് ചിരിച്ചു കളിച്ച് പ്രസംഗിച്ചു. കാരണം മുമ്പ് വലിയൊരു തൗബ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഈ വൃത്തികേടുകളെ ന്യായീകരിക്കാൻ വേണ്ടി അധ്വാനിച്ച ആ മനുഷ്യന്റെ കുറ്റബോധം കൊണ്ട് അദ്ദേഹം മനസ്സ് തുറന്നാൻ പ്രസംഗിച്ചു 1.5 മണിക്കൂർ. ആദ്യം അദ്ദേഹം പറഞ്ഞിരുന്നു, ആദ്യത്തെ പ്രസംഗമല്ലേ, അതുകൊണ്ട് ഞാൻ അത്ര തീവ്രമായിട്ടൊന്നും പറയൂല എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ അഷ്ടം പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ പ്രസംഗം ഏകദേശം അതിന്റെ ഒരു മധ്യഘട്ടത്തിലെത്തിയപ്പോഴേക്ക് അദ്ദേഹം എല്ലാം തുറന്നു പറഞ്ഞു. കേസത്തെ കുറിച്ച് മാത്രമല്ല, ആ സംഘടനക്കകത്ത് നടക്കുന്ന എല്ലാ കൃത്രിമങ്ങളെക്കുറിച്ചും അദ്ദേഹം തുറന്നു പറഞ്ഞു. അത് CD ആയി റെക്കോർഡ് ചെയ്ത് കോഴിക്കോട് നടക്കുന്ന സമ്മേളനത്തിൽ തന്നെ 1000കണക്കിന് കോപ്പികൾ വിതരണം ചെയ്തു. ആ സമ്മേളനത്തിൽ തന്നെ പ്രഖ്യാപിച്ചു, ഈ CD കച്ചവടമാണെന്നുള്ള വിചാരിക്കേണ്ട, ഇത് ആവശ്യാനുസരണം കോപ്പികളെടുത്ത് എല്ലാവർക്കും പ്രചരിപ്പിക്കാൻ വേണ്ടി ആ സമ്മേളനത്തിൽ പരസ്യമായിട്ട് അനുവാദം കൊടുത്തു. കേരളത്തിൽ 10,000കണക്കിന് കോപ്പികൾ ഇന്റർനെറ്റിലൂടെയും മറ്റുമൊക്കെയായി അത് വ്യാപകമായി പ്രചരിച്ചപ്പോ ഈ നൗഷാദ് അഷ്കരി തന്റെ രാഷ്ട്രീയ നേതാവായി കണ്ടുകൊണ്ടിരിക്കുന്ന കാന്തപുരം വിഭാഗത്തിന്റെ സംഘടനയിൽ നിന്ന് ഇനിമേൽ ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞിരിക്കുന്ന വിലക്കേർപ്പെടുത്തിയിട്ടുള്ള ഹാഫിൽ അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അടുത്തേക്ക് പോയ സമയത്ത് ഹാഫിൽ അബ്ദുൽ ഹക്കീം എന്ന വ്യക്തിയുടെ അടുത്ത് ഇപ്പോൾ നൗഷാദ് അഷ്കരി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ കാന്തപുരം വിഭാഗത്തിലെ ക്രിമിനൽ സംഘം നൗഷാദ് അഷ്കരി അവിടെ പൊക്കിയെടുത്തു. നൗഷാദ് അഷ്കരിയെ പൊക്കിക്കൊണ്ടുപോയി. ആരാണ് ക്രിമിനൽ സംഘം എന്ന് നിങ്ങൾ തിരിച്ചറിയണം. സ്വന്തം റാലിയിലെ നടുറോഡിൽ നിന്ന് പൊക്കിക്കൊണ്ടുപോകുന്നവർക്ക് ഒരു നേതാവിന്റെ വീട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ടുപോകാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. ഹാഫിൽ അബ്ദുൽ ഹക്കീമിന്റെ സുരക്ഷിതമായ വലയത്തിൽ നിന്ന് നൗഷാദ് അഷ്കരിയെ ഈ വിഭാഗം പൊക്കിക്കൊണ്ടുപോയി ഒരു പ്രധാനപ്പെട്ട കോഴിക്കോട്ട് ഒരു കേന്ദ്രത്തിലേക്ക് ഇദ്ദേഹത്തെ എത്തിച്ചു. ഞാൻ വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് പറയുന്നത്. ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന വാചകങ്ങൾ എനിക്കറിയാമെന്ന് നൗഷാദ് അഷ്കരിക്കും അറിയാം. ഞാൻ നൗഷാദ് അഷ്കരിയും ആ വിവരം പങ്കുവെച്ചതുമാണ്. ബൈലക്സിലൂടെ ഒരുപക്ഷെ AP വിഭാഗത്തിന്റെ നേതാക്കൾ പോലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടുകൂടി ഞാൻ പറയുന്നു. അന്ന് രാത്രി കോഴിക്കോട്ട് ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് നൗഷാദ് അഷ്കരിയെ കൊണ്ടുപോയി അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു വെള്ളം കുടിപ്പിച്ചു. ആ വെള്ളം കുടിപ്പിച്ചുകൊണ്ട് മണിക്കൂറുകൾക്ക് ശേഷം ആ മനുഷ്യൻ ബോധം തെളിഞ്ഞുകൊണ്ട് കണ്ണ് മിടിച്ച് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് വൃത്തികേടുകളാണ് ആ മനുഷ്യൻ കിടന്നിരുന്ന അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ചുറ്റുഭാഗം ഉണ്ടായിരുന്നത്. അത്രേ ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. നിഷേധിക്കുകയാണെങ്കിൽ തെളിവടക്കം ഞാൻ പറയും. ബോധം തെളിഞ്ഞ് ഉണർന്നടിക്കുന്ന നൗഷാദ് അഷ്കരിയുടെ അദ്ദേഹം കിടന്നിരുന്ന കട്ടിലിന്റെ ചുറ്റുഭാഗത്തും ഒട്ടേറെ വൃത്തികേടുകളാണ് ആ മനുഷ്യൻ കണ്ടത്.
ആ വൃത്തികേടുകൾ മുഴുവൻ കണ്ടപ്പോ ആ നൗഷാദ് യാസിനിയെ ഡ്രസ് ധരിപ്പിച്ചുകൊണ്ട് കാറിൽ കയറ്റിയിട്ട് അദ്ദേഹത്തെ കോട്ടക്കലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഇതാ നിങ്ങൾ ബോധരഹിതനായി കിടന്നപ്പോൾ ഈ രീതിയിലുള്ള ഫോട്ടോകളും വിഷ്വലുകളും ഒക്കെ ഞങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ അന്ന് പ്രസംഗിച്ച ആ സീഡിക്ക് മറുപടിയായി നിങ്ങൾ ഇത് പ്രസംഗിച്ചിട്ടില്ലെങ്കിൽ, തിരുത്തി പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഫോട്ടോകളും ദൃശ്യങ്ങളും ഞങ്ങൾ പുറത്തുവിടും. ആ വൃത്തികെട്ട രതിവൈകൃതങ്ങളുടെ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് ഈ മനുഷ്യനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടാണ് ഇവർ ക്രൂരമായ ഈ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് പ്രഭാഷണം നടത്തി യൂട്യൂബിൽ പ്രദർശിപ്പിച്ചത്. സുന്നി മഹലിൽ വന്നുകൊണ്ട് ഇദ്ദേഹം 1.5 മണിക്കൂർ നടത്തിയ പ്രസംഗത്തിന്റെ ആ സീഡി നിങ്ങൾക്ക് കേൾക്കാം. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അദ്ദേഹം നിർബന്ധിതാവസ്ഥയിൽ അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് പ്രസംഗിപ്പിച്ച ആ ഭാഗവും നിങ്ങൾക്ക് കേൾക്കാം. ആ 2 പ്രസംഗവും നിങ്ങൾ കേട്ടാൽ അറിയാം, ഒരു മനുഷ്യൻ സ്വയബോധത്തോടുകൂടി പറയുന്ന, മനസ്സ് തുറന്ന് സംസാരിക്കുന്ന പ്രസംഗവും തോക്ക് ചൂണ്ടി കത്തി ചൂണ്ടി മൊയ്ക്കിന് പകരം തോക്കിലേക്ക് മുമ്പിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രസംഗത്തിന്റെ രൂപഭാവങ്ങളും അദ്ദേഹത്തിന്റെ ശരീരഭാഷയും അദ്ദേഹത്തിന്റെ മനസ്സും അദ്ദേഹത്തിന്റെ മുഖവും അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ ആ പ്രസംഗത്തിലെ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലൂടെ തിരിച്ചറിയാൻ കഴിയും. അത്രയും വലിയ വൃത്തികേടുകൾ. ആ വൃത്തികേട് ഇതേപോലെ ഇരിക്കുന്ന എന്റെ പിതാവിനോളം പ്രായമുള്ള, അല്ലെങ്കിൽ എന്റെ കൊച്ചുകുട്ടിയോളം പ്രായമുള്ള അത്തരത്തിലുള്ള പ്രായ വ്യത്യാസമുള്ള ആളുകൾക്കിടയിൽ പറയാൻ എനിക്ക് ലജ്ജയുണ്ട്. അത്രയും ലജ്ജ വൈകൃതങ്ങളാണ് അവിടെ കാണിച്ചു കൂട്ടിയത് ഈ മനുഷ്യനെ ബോധരഹിതനാക്കിക്കൊണ്ട്. എന്നിട്ട് അതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തുകൊണ്ട്, അതിന്റെ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട്, നീ ഈ പ്രസംഗത്തിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ നീ ഇനി മേലിൽ അവിടെ വേദിയിൽ കയറിയാൽ ഇത് ഞങ്ങൾ പ്രദർശിപ്പിക്കും, ഇത് ഞങ്ങൾ പുറത്തുവിടും, അതോടുകൂടി നിനക്ക് ഈ തലപ്പാവും താടിയും വെച്ചുകൊണ്ട് ഇനി ജനങ്ങൾക്കിടയിൽ ഇറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് പ്രവർത്തിച്ച ഈ വിഭാഗം. നിങ്ങളാണോ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കെതിരെ ക്രിമിനലിസം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്? അത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കെതിരെ നിങ്ങൾ ക്രിമിനലിസം ആരോപിച്ചോ? ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങൾക്ക് പ്രയാസമില്ല. പക്ഷേ ഇതെല്ലാം തുറന്നു പറയേണ്ടി വരും, ഇതെല്ലാം തുറന്നു പറയേണ്ടി വരും എന്ന് മാത്രമാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. ഈ വൃത്തികേടുകൾക്കൊക്കെ തലപ്പാവും താടിയും വെച്ചുവെച്ച കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇഷ്ടപുത്രനായ കാന്തപുരത്തെ AP അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ആ മനുഷ്യൻ തന്നെ തലപ്പാവും താടിയും വെച്ച് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾക്ക് നേതൃത്വം കൊടുത്തു എന്നതാണ് സത്യം. പിതാവ് ഞാനത് അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ പാടില്ല, ഞങ്ങൾ സംഘടന അറിയില്ല എന്ന് പറയാൻ പാടില്ല. പിതാവിന്റെ സ്വന്തം പുത്രന്റെ നേതൃത്വത്തിലാണ് ഈ വൃത്തികേടുകൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ രീതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ, ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ മതത്തിന്റെ പേരിൽ മതത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ടും ഇവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോ, മറുഭാഗത്ത് ക്രിമിനൽ സംഘത്തിന്റെയും ക്രിമിനൽ പ്രവർത്തനത്തിന്റെയും കൊലപാതകത്തിന്റെയും പേരിൽ സമസ്ത കേരള ജമിയത്തുലമയെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു ഇവർ. ഇവിടെ അതെങ്കോറ് ഒരു സാധു കുഴഞ്ഞുകൊണ്ട് മരിച്ചു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. പക്ഷേ